കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛനിപ്പോ എവിടെയുള്ള? എന്താ മോളെ, ഞാൻ വീട്ടിലുണ്ട്. അച്ഛന്റെ കൂടെ ആരാ ഉള്ളത്? മോളെന്താ ചോദിച്ചത്? കൂടെ ഉള്ളതോ? അത് കൃഷി ഓഫീസിൽ നിന്ന് വന്നവരാ. ഈ തെങ്ങിന്റെ മണ്ടചീലിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാ. അച്ഛാ, അവര് വേഗം പറഞ്ഞു വിടാൻ നോക്കിയേ. എന്താ മോളെ പ്രശ്നം? അച്ഛനിപ്പോ അതൊന്നും അറിയണ്ട, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. എത്രയും വേഗം അവരെവിടെ നിറക്കി വിട്. ആ കൃഷി ഓഫീസറുമായിട്ട് ഒരു സഹായം നമുക്ക് വേണ്ട. അച്ഛ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു വിട്. ജ്യോതിമാ, ഇപ്പൊ എങ്ങനെ ഉണ്ട് ജ്യോതിമാ? അവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി, അവര് നിന്റെ അച്ഛനെ കൊല്ലും. പക്ഷേ ഇപ്പൊ ഞാൻ പറയില്ല ജ്യോതിമാ. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ കൊല്ലും. ആലോചിക്ക്, നല്ലതുപോലെ ആലോചിക്ക്. നിന്റെ അച്ഛൻ പാവമല്ലേ ജ്യോതിമാ? ആ പാവ ഇത്ര പെട്ടെന്ന് ചാവണോ? ഇതുപോലെ ആ വീട്ടിലെ ഓരോരുത്തരുടെയും പിന്നാലെ എന്റെ ആളുകളുണ്ട്. ഓരോരുത്തരെയായി ഞാൻ കൊല്ലും ജ്യോതിമാ. ജ്യോതിമാ, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ DKയും മരിക്കും, നിന്റെ അച്ഛനും മരിക്കും, അമരാവതിയിലെ നിങ്ങളുടെ അമ്മയും മരിക്കും. എല്ലാവരും മരിക്കും. ഞാൻ കൊല്ലും. ഞാൻ ഇനിയും വിളിക്കും. അപ്പം മറുപടി പറഞ്ഞാ മതി. വയ്ക്കട്ടെ? ഇപ്പോ അവള് ശരിക്കും പേടിച്ചു. ഇനിയും പേടിക്കും. ഞാൻ പേടിപ്പിക്കും. കണ്ണ, മുരളീധര, നാരായണ, ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെയാ മറികടക്കുന്നേ? എന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാവുന്നല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്റെ ഏട്ടനെ ഒരു അപകടവും കൂടാതെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് ഞാൻ ഈ വീട് വിട്ട് എന്റെ ഏട്ടനെ വിട്ട് ഇറങ്ങിപ്പോണോന്ന് അയാൾ പറയുന്നത്. കണ്ണ, എനിക്ക് എന്റെ ഏട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? എന്റെ പ്രാണന എന്റെ ഏട്ടൻ. എന്റെ ജീവൻ കൊടുത്ത ഈ വീടിനെയും ഏട്ടനെയും അയാൾ വെറുതെ വിടുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. പക്ഷെ അയാൾക്കതല്ലല്ലോ വേണ്ടത്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന നാരായണനല്ലേ? വിഘ്നേഷിന്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്റെ ഏട്ടനെ ഉപേക്ഷിച്ച് പോണോ? ഇല്ല ഇല്ല കണ്ണ, അതിനേക്കാളും ഭേദം എനിക്ക് മരണമാ. ഇതൊന്നും അറിയാത്ത ഏട്ടനോട് ഞാൻ എന്താ പറയാ? പറയ കണ്ണ.
നീ ഞങ്ങളെ വേർപിരിക്കുകയാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ സന്നിധിയുടെ മുന്നിൽ ഞാൻ തല്ലി മരിക്കും. എനിക്ക് മറ്റൊരാശ്രയവും ഇല്ല എന്റെ കണ്ണ. എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വരെ അവന്റെ ആളുകളാ. അവരെന്റെ ഏട്ടനെ കൊല്ലും. അതിൽ നിന്നും എനിക്ക് എന്റെ ഏട്ടനെ രക്ഷിച്ചേ പറ്റൂ. കണ്ണോ, ഏതാപത്തിലും പെണ്ണിന്റെ മാനം കാക്കുന്ന കണ്ണനല്ലേ നീ? എന്നെ ഒന്ന് രക്ഷിക്ക് കണ്ണ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പറയ് കണ്ണ, പറയ് കണ്ണ. മോളെ, എന്തു പറ്റി മോളെ? എന്തുണ്ടെങ്കിലും ഈ അമ്മയോട് പറ. എന്താ മോളെ നിന്റെ പ്രശ്നം? ഒന്നുമില്ല അമ്മ, ഞാൻ എന്റെ സങ്കടങ്ങളെല്ലാം കണ്ണനോട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. മോളെ, അത് എന്റെ കണ്ണ, അവൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്താ അമ്മേ, ജ്യോതി എന്തിനാ കരഞ്ഞോണ്ട് ഓടിപ്പോയത്? എനിക്കറിയില്ല മക്കളെ. ഞാൻ വന്ന് നോക്കുമ്പോ അവള് കണ്ണന്റെ മുന്നേ വന്ന് കരയുക. ഞാൻ എത്ര ചോദിച്ചിട്ട് അവൾ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? അമ്മയുടെ അടുത്തുനിന്നല്ലേ അവള് ഓടിപ്പോയത്. മായച്ചി, നമുക്കൊന്ന് പോയി ചോദിച്ചാലോ? ഇപ്പൊ വേണ്ട, തൽക്കാലം കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. ഈ സങ്കടം ഒന്ന് അടങ്ങുമ്പോ നമുക്ക് പോയി ചോദിക്കാം. അമ്മ, പോലീസിന്റെ ചോദ്യം ചെയ്യല് ജ്യോതിയെ മാനസികമായി തളർത്തി കാണും. അതിന്റെ സങ്കടമായിരിക്കും. ശരിയാ അമ്മേ, അവളെ പോലെ ഒരു പെണ്ണിന് പോലീസിന്റെ മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ എങ്ങനെ സാധിക്കും? ചിലപ്പോ അല്ലെങ്കിൽ കിട്ടിക്കാണും. ആ ACP ഒരു ഭയങ്കരിയാ. ചിത്ര പറഞ്ഞ പോലെ കുറച്ചു നേരം അവളെ ഒറ്റയ്ക്കിരിക്കട്ടെ, പിന്നീട് സംസാരിക്കാം. എന്റെ കണ്ണ, ഈ വീടിന്റെ മേളിൽ തീ കോരിയിടുന്നവരെ നീ കാണുന്നില്ലേ? എന്റെ മോളെ ഇനി സങ്കടപ്പെടുത്തല്ലേ എന്റെ കണ്ണ. അമ്മേ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ജ്യോതിയോട് ഞാൻ പോയി സംസാരിക്കാം. അവളുടെ സങ്കടം അവൾ എന്നോട് പറയാതിരിക്കില്ല. ഇനി പോലീസിന്റെ കയ്യില് ജ്യോതിക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിക്കാണോ? എന്ത് തെളിവ്? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അതിന് ജ്യോതി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെളിവ് കിട്ടാൻ എന്റെ കണ്ണ, എന്റെ മോളെ കാത്തോളണേ എന്റെ കൃഷ്ണ. ഗുരുവായൂരപ്പ. നിനക്ക് എന്തു പറ്റി ജ്യോതി? ദേ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. ഒന്നുമില്ല. ദേ, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പോലീസ് സ്റ്റേഷനിൽ കയറിയ തന്നെ മനസ്സ് മരവിക്കും. അവരുടെ ചോദ്യം ചെയ്യൽ കൂടി ആവുമ്പോ പറയണ്ടല്ലോ. നീ ധൈര്യമായിട്ടിരിക്കും ജ്യോതി. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥ കാര്യം എന്താന്ന് ഇവളോട് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ വിഷയം മാറ്റിയേ പറ്റൂ. അവിനാശിന്റെ കാര്യത്തിൽ നമുക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഹോദരിയായ നിന്നോട് പോലും അവൻ ശത്രുവായിട്ടല്ലേ പെരുമാറിയത്?
എനിക്കിപ്പോ കരയണോ സന്തോഷിക്കണോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാ. കൂടപ്പിറപ്പിന്റെ നഷ്ടം ഒരു നഷ്ടം തന്നെയാ. പക്ഷെ അതിനേക്കാളൊക്കെ വലുത് എനിക്ക് ഈ വീടിന്റെ സമാധാനവും സന്തോഷം തന്നെയാ. അല്ല ചിത്രൻ, ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സൂര്യ ഇതുവരെ ഒന്നും വിളിച്ചു പോലും ഇല്ലല്ലോ. അവനിപ്പോ എത്ര ദുഷ്ടനായാലും നിയമപരമായ അവളുടെ ഭർത്താവല്ലേ? ഞാൻ അവളെ ഇന്നും 1-2 തവണ വിളിച്ചു. എവിടുന്ന് ഫോൺ എടുത്തില്ല. അവരുടെ ബന്ധത്തില് ഇപ്പൊ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ജ്യോതി. എന്ത് സംശയം? സൂര്യയിൽ നിന്ന് ഏട്ടൻ ഇങ്ങനെ അകന്നുപോയി. പ്രിയയ്ക്ക് വേണ്ടി ഏട്ടൻ എന്തിനാ അത്രയും വാശി പിടിച്ച്? ഈ സംഭവിച്ചതിനെല്ലാം സൂര്യൻ തെറ്റുകാരിയാന്നാണോ നീ പറയുന്നത്? എന്തോ ഒരു ദുരൂഹത നിറഞ്ഞ പെരുമാറ്റം സൂര്യയിൽ നിന്ന് പലതവണ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് സംഭവം? ഒരു ദിവസം സൂര്യ കുറച്ച് ഉറക്കഗുളിക കഴിച്ചതിന് ആശുപത്രിയിലായി. എന്നിട്ട് ടാബ്ലറ്റ് മാറിപ്പോയതാണെന്നാ ഏട്ടൻ പറഞ്ഞത്. പക്ഷെ അന്ന് അവളുടെ അച്ഛനും അമ്മയും വന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് അവള് തിരിച്ചു വന്ന്. എന്നാലും ആരും അറിയാതെ ആ കല്യാണത്തിരക്കിൽ വന്ന് അവിനാശന്റെ മരണം ഉറപ്പുവരുത്തി ആരും കാണാതെ മറിഞ്ഞുപോയ ആ കൊലയാളി അതാരായിരിക്കും? എന്തായാലും അവിനാശിന്റെ കാര്യം എടുത്തിട്ട് നന്നായി. ചിത്ര വിചാരിച്ചിരിക്കുന്നത് ആ ACP എന്നെ ചോദ്യം ചെയ്തതിന്റെ മനപ്രയാസത്തിലാണ് ഞാനെന്നാ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വിഘ്നേശ്വരുടെ ഭീഷണി ഇവരോട് എങ്ങനെ ഞാൻ പറയും? തൽക്കാലം മറ്റാരും അതറിയാതിരിക്കുന്നേ നല്ലത്. ഞാനിപ്പോ ഇച്ചായനെ കണ്ടിട്ടാ വരുന്നേ. റിമാൻഡ് ചെയ്യാൻ നല്ല പ്രഷർ ഉണ്ടായിരുന്നെന്നാ അദ്ദേഹം പറഞ്ഞത്. ജുഡീഷ്യറിയെ പോലും പ്രഷർ എടുത്തി സ്വാധീനിച്ച് ജ്യോതിയെ ജയിലിലാക്കാൻ ശ്രമിച്ചത് ആരായിരിക്കും? PK, നമ്മൾ കരുതുന്ന പോലെയല്ല പലപ്പോഴും കാര്യങ്ങൾ. ആ MP വിഘ്നേഷ് ഇവിടെ വന്നതായി എനിക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ജയപ്രകാശ്, ആ ACP അന്ന മേരി ജോൺ ബാംഗ്ലൂർ ബേസ്ഡ് ആയ ഒരാളാണ്. അവരുടെ ഫാദർ കർണാടക പോലീസിൽ SP ആയിരുന്നു. ഈ അടുത്ത റിട്ടയർ ചെയ്ത്. അങ്ങനെ നോക്കുമ്പോൾ അവർ തമ്മിൽ ഒരു കണക്ഷന് സാധ്യതയുണ്ട്. ആ ACP ഒരു മുൻവിധിയോടെ തന്നെയാണ് പെരുമാറിയത്. ജ്യോതിയെ കസ്റ്റഡി കിട്ടണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നത് പോലെ എനിക്ക് തോന്നി. കമ്മീഷണർ പറഞ്ഞതുകൊണ്ട് ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്ന് ഞാനും കരുതി. പക്ഷെ ആ പോലീസുകാരൻ സൂചന തന്നപ്പോഴാണ് എനിക്ക് അപകടത്തിന്റെ വലിപ്പം മനസ്സിലായത്. സാറേ, സംഗതി കുഴപ്പമാണ്. റിമാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. അതിനിന്ന് സൺഡേ അല്ലേ? കോടതിയിലല്ലോ. സാറേ, ഇവിടെ ACPക്ക് മറ്റെന്തോ പ്ലാനുണ്ട്. ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കാനാണെന്നാ തോന്നുന്നത്. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടും ജാമ്യത്തിൽ വിടാൻ അവർ തയ്യാറായില്ല. അപ്പോഴാ ഞാൻ ഡേവിസിനെ വിളിച്ചത്. എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ ഏട്ടനോടൊരു സഹായം ചോദിക്കുന്നത് ഇതാദ്യമാണ്. തനിക്കറിയാലോ, നിയമത്തിൻ്റെ തലനാരിയുടെ കീറി നോക്കുന്ന ആളാ. ഒരു പ്രഷറിനും അദ്ദേഹം വഴങ്ങില്ല. മുകളിൽ നിന്ന് ജ്യോതിയെ റിമാൻഡ് ചെയ്യണമെന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കേസിന്റെ ജെന്യൂനിറ്റിയെക്കുറിച്ച് സംശയം തോന്നിയെന്നാ ഏട്ടൻ പറയുന്നത്. പക്ഷേ എന്നെ കണ്ടിട്ടും പുള്ളി പരിചയഭാവം പോലും നടിച്ചില്ല. അവിടെ വെച്ച് പരിചയഭാവം കാണിച്ച ആ ACPക്ക് സംശയം തോന്നില്ലേ? എന്തായാലും തന്റെ ഇച്ചായനോടൊരു താങ്ക്സ് പറഞ്ഞേക്കണം. അയ്യോ, ഞാനില്ലേ, ജഡ്ജി എന്നെ കടിച്ചു കീറിക്കളെ. ഒന്നും ഉണ്ടായിട്ടല്ല, ഞാനിടയ്ക്ക് ആ വഴി ചെല്ലാത്തതിന്റെ പണക്കമാണ്. ഒരു കാര്യം ഉറപ്പാടിക്കേ, ജ്യോതിയെ കസ്റ്റഡി കിട്ടാൻ തന്നെയാ ACP നോക്കിയത്. അതെ, ഈശ്വരാധീനം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലും പോലീസിന്റെ 3-ാം മുറയും ഹരാസ്മെന്റും ഒക്കെ അവളെ തകർത്തേനെ. അത് തന്നെയായിരിക്കും ശത്രുക്കൾ ഉദ്ദേശിച്ചത്. DK വേദനിപ്പിക്കണമെങ്കിൽ DKക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കണം. DK, ഇതൊരു തുടക്കം മാത്രമാണെന്ന് കരുതിയാൽ മതി.
നാളെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങളുണ്ടാവും. എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കാൻ പറയണം. അവിനാശിന്റെ മരണം മറയാക്കി അവർ നമ്മുടെ ഫാമിലിയെ വേട്ടയാടും. നിയമപരമായി അവരെന്ത് തന്നെ ചെയ്താലും ഞാൻ അവരുമായി സഹകരിക്കും. അതല്ല മനഃപൂർവ്വം എന്നെയും കുടുംബത്തെയും ദ്രോഹിക്കാൻ അവരിറങ്ങി പുറപ്പെട്ടാൽ പിന്നെ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. എന്തായാലും ACP അന്ന മേരി ജോണും MP വിഘ്നേഷും തമ്മിലുള്ള ബന്ധം ഒന്ന് അന്വേഷിക്കണം. MP വിഘ്നേഷിന് DKയോട് വിരോധം തീർക്കാനുള്ള ഉപകരണമാണോ ACP എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ വല്ലതും ആണെങ്കിൽ DK ആരാണെന്ന് അവരറിയും. അവള് എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും ആ ചോദ്യം ചെയ്യൽ അവളെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. ഇനിയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നുള്ള ഭയമുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആ വിഘ്നേഷോ മൂർത്തിയോ ആണെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ ഇര ജ്യോതിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല DK, നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങളെ പ്രിയപ്പെട്ടവരെ ദ്രോഹിക്കുന്നതാണെന്ന് അവനറിയാം. അങ്ങനെ നോക്കിയാ ഈ കേസിനെ മുൻനിർത്തി അവൻ എല്ലാവരെയും ദ്രോഹിക്കും. DKയുടെ മക്കളും മരുമക്കളും അമ്മയും SK അമലയും എല്ലാവരും അതിൽപ്പെടും. അവർക്ക് വേദനിച്ചാ നിങ്ങൾക്ക് വേദനിക്കില്ലേ? ഇടയ്ക്ക് ചില ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അയാളൊരു MP അല്ലേ, ഇത്രയ്ക്ക് തരം താടാൻ അയാൾക്ക് കഴിയുമോ? അയാൾക്ക് താൻ കൊടുത്ത പണി അത്രയ്ക്ക് വലുതാണല്ലോ. അത് അയാൾ മറക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഇനി അങ്ങോട്ട് സൂക്ഷിക്കണം. ദേവിച്ച, തനിക്കറിയാലോ, നേരല്ലാത്തതൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അമലയ്ക്ക് ശിവയെ ഇഷ്ടമായിരുന്നു. അവൾ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പോയി അവളെ കൊണ്ടുവന്നതും ശിവയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അവരിപ്പോ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബം. ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ സംരക്ഷിക്കാൻ എനിക്കറിയാം. അയ്യോ, ഏട്ടനിത് എപ്പോഴാ വന്നേ? സോറി ഏട്ടാ, ഞാൻ ഏട്ടൻ വന്നത് അറിഞ്ഞില്ല. ഏട്ടൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ അവിടെ ഇരിക്കേ. പിടിച്ചോ. 2 സാരിയ. ഒരാവശ്യത്തിന് വെഡ്ഡിംഗ് സെന്ററിൽ ഒന്ന് കയറി. അപ്പോഴാ അവിടെ നിനക്ക് പറ്റിയ 2 സാരി കണ്ടത്. ഡിസ്പ്ലേ ഇട്ടിരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 2ഉം വാങ്ങി. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ ചെയ്യുന്നതാ ഇതൊക്കെ. പക്ഷേ എന്റെ മനസ്സ് കത്തുന്നതിന്റെ യഥാർത്ഥ കാരണം ഏട്ടനോട് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷെ മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഒരു ഭീഷണി തന്നെയാണ്. അയാള് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാ ജയപ്രകാശ് പറഞ്ഞത്. ആ വിഘ്നേഷ്. എന്നെ തട്ടിക്കൊണ്ടുപോയത് ഏട്ടനറിഞ്ഞോ?
ഏട്ടനോട് സത്യം പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അത് കുഴപ്പമാവും. താനെന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അവിനാശിന്റെ ഭീഷണി തീർന്നപ്പോ അടുത്ത ഭീഷണിയായിട്ട് വേറൊരാൾ എത്തിയല്ലോ എന്ന് ആലോചിക്കായിരുന്നു. എടോ, പോലീസ് തന്നെ നല്ലതുപോലെ ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് കുറ്റവാളിയെ കണ്ടെത്തിയില്ലേ പറ്റൂ. അതിനവര് എന്തു മാർഗവും സ്വീകരിക്കും. ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഇനിയും നേരിടേണ്ടി വന്നേക്കാം. താൻ തളർന്നു പോകരുത്. ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ പേടിക്കില്ല.